Hello, good morning all. Welcome back to my channel, Sija's Economic Classes. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടുതൽ ഉപകാരപ്രദമായിരിക്കുന്നത്, അതായത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടു ദി ഗവൺമെന്റിനാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം എന്നാണ് പറയുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ എപ്പോഴും ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കളിലായിരിക്കണം ടാക്സ് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യേണ്ടത്. കാരണം ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുക വഴിയായിട്ട് അതിൽ നിന്നും ഒരു നിശ്ചിത വരുമാനം ലഭ്യമാക്കാനും അതുവഴിയായിട്ട് ഡെവലപ്മെന്റിലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കാനുമാണ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് വരുമാനം കളക്ട് ചെയ്താൽ പോരാ, അത് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നുള്ള വരുമാനം സ്വരൂപിക്കണമെങ്കിൽ ഗവൺമെന്റ് നെസസറി ആയിട്ടുള്ള ഐറ്റംസ് കൂടുതലായിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യണം. അതായത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കളിന്മേലായിരിക്കണം കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഫുഡ് ഐറ്റംസ്, മെഡിസിൻ, അതുപോലെ തന്നെ ലിക്കർ, സിഗരറ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ ഹയർ ടാക്സേഷൻ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനത്തിൽ വലിയൊരു കുറവ് വരുന്നില്ല. അതേസമയം ഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കൾ, അതായത് കൂടുതൽ വില കൂടിയ വസ്തുക്കളിലൊക്കെ ഗവൺമെന്റ് ടാക്സ് ചെയ്യുക വഴിയായിട്ട് അതിന്റെ വില കുറയട്ടെ എന്ന് ജനങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുന്നത് കുറയും. അപ്പോൾ ഡിമാൻഡ് ഫോളോ ചെയ്യാനാണ് സാധ്യത ഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കളിൽ. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുള്ള ടാക്സ് എന്നുള്ള വരുമാനം ഗവൺമെന്റിന് വളരെയധികം കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി അവിടെ ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കളിലായിരിക്കണം കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് പെട്ടെന്ന് ഗവൺമെന്റ് വരുമാനം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇൻ പ്രൈസിങ്, അതായത് വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങളുടെ വില നിശ്ചയിക്കുമ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കളിൽ കൂടിയ വില അതായത് ടാക്സ് ഇമ്പോസ് ചെയ്താലും, അതായത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കൾക്ക് സാധാരണഗതിയിൽ കുറച്ച് വില കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കള് അതിൽ ടാക്സ് വന്നാലും അത് ജനങ്ങളെ ബാധിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കള് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കും. അതുപോലെ തന്നെ അതിൽ വേണമെങ്കിൽ ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ അതിനും പ്രൊഡ്യൂസേഴ്സിന് സാധിക്കും. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കള് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് കൂടുതൽ ഇമ്പോസ് ചെയ്യുന്നില്ല. കാരണം അത് ഇമ്പോസ് ചെയ്യുക വഴിയായിട്ട് ടാക്സും കൂടി വരുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള എമൗണ്ട് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സാധനങ്ങൾ നമുക്ക് വിറ്റുപോകാത്തൊരവസ്ഥ വരും. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കളിലാണ് കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ശ്രമിക്കുക. അടുത്തായിട്ട് മൊണോപ്ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് കുത്തകക്കാരൻ, അല്ലെ? കുത്തകക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണയായിട്ട് എല്ലായ്പ്പോഴും മൊണോപ്ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പ്രൈസ് ഇമ്പോസ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള ഒരു ഇതാണ് നമുക്കുള്ളത്. പക്ഷെ ഒരു മൊണോപ്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വസ്തുക്കൾ വിറ്റുപോകുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്ന വസ്തുക്കളിലായിരിക്കും അയാൾ കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. കാരണം ഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കൾ ആളുകൾക്ക് നിർബന്ധമായിട്ടുള്ള വസ്തുക്കളല്ല. അതുകൊണ്ട് തന്നെ ഏതിനായിരിക്കും മൊണോപ്ലിസ്റ്റ് കൂടുതൽ ഇമ്പോസ് ചെയ്യുക? ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കൾക്കായിരിക്കും പ്രൈസ് കൂടുതലായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് എക്സ്പോർട്ടിങ്ങിന് എന്താണ് ഇതിന്റെ ഗുണം എന്നാണ്. അതായത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സ്പോർട്ടിങ്ങിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആണ് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്, കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കളിൽ സാധാരണഗതിയിൽ അത് വില കുറവുള്ള വസ്തുക്കളാണ്. അവർ ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും മാനുഫാക്ചർഡ് ഗുഡ്സ് ആണ്, നിർമ്മിത വസ്തുക്കളാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യം നമ്മൾ എപ്പോഴും ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തു നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനും ഇലാസ്റ്റിക് ഡിമാൻഡുള്ള വസ്തുക്കൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 4 കാര്യങ്ങളിലാണ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഉപകാരപ്രദമായിരിക്കുന്നത്. ഒന്ന്, ഗവൺമെന്റ് ടു ദി ഗവൺമെന്റ്. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻ പ്രൈസിങ്. മൂന്നാമതായിട്ട് പറയുന്നത് ടു ദി മൊണോപ്ലിസ്റ്റ്. നാലാമതായിട്ട് പറയുന്നത് ടു ഗെയിൻ പ്രോഫിറ്റ് ഫ്രം ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.